എളങ്കുന്നപ്പുഴ പഞ്ചായത്തിലും പുതുവൈപ്പ് തീരത്തും താമസിക്കുന്ന 65,000-ലധികം പേരുടെ ജീവന് ഭീഷണി സൃഷ്ടിക്കുന്നതാണ് IOCയുടെ LPG സംഭരണശാലയെന്നാണ് നാട്ടുകാർ പറയുന്നത്. 10 ലക്ഷത്തിലധികം സിലിണ്ടറുകളിൽ നിറയ്ക്കാനുള്ള ഇന്ധനമാണ് പ്ലാന്റിൽ സംഭരിക്കുക. പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചാൽ അന്തരീക്ഷ മലിനീകരണം ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. ഇതിനെതിരായ സമരത്തിന്റെ ഭാഗമായാണ് സമരസമിതി സ്ത്രീകളുടെ റൂട്ട് മാർച്ച് നടത്തിയത്. പ്ലാന്റിന് മുന്നിൽ ഒരാഴ്ചയായി അനിശ്ചിതകാല സത്യാഗ്രഹം തുടരുകയാണ്. പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സംസ്ഥാന തലത്തിലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. കൊച്ചി നഗരത്തെ തന്നെ കത്തിയിരിക്കുന്ന ഒന്നായിരിക്കും അത്തരത്തിലുള്ള അപകടം. മാത്രമല്ല, അപകടമൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ ആ പ്രദേശത്ത് ലീക്ക് ചെയ്യുന്ന ഈ LPG ഗ്യാസിൽ ചേർക്കുന്ന മെർക്യാപ്റ്റൻ എന്ന് പറയുന്ന വിഷവാതകത്തിൻ്റെ ഫലമായിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് പലതരത്തിലുള്ള മാരക രോഗങ്ങൾക്കും വിധേയമാകാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ ഇന്ധനം നിലവിൽ കൊച്ചിൻ റിഫൈനറിയിൽ സംഭരിക്കുന്നുണ്ട്. അതിനേക്കാൾ 10 ഇരട്ടി ഇന്ധനമാണ് പുതിയ പ്ലാന്റ് നിർമ്മിച്ച് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് സംഭരിക്കാൻ IOC പദ്ധതിയിടുന്നത്. ആരതി കൃഷ്ണ, മീഡിയ 1, കൊച്ചി.